ആതിര മിസ് ആണ് കേട്ടോ. എടാ മിസ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചോദ്യമായിട്ടാണ്. അതായത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ മക്കളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എക്സാമിന് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കഥകളൊക്കെ പഠിക്കാനുണ്ടല്ലേ. ഈ കഥയിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നിങ്ങളെ മനസ്സിനെയൊക്കെ സ്വാധീനിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങൾ പഠിച്ച കഥകളിൽ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പഠിച്ച ഒരു കഥയിലെ കഥാപാത്രമായിരുന്നു നമ്മുടെ ഉണ്ണി. അതായത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ ഉണ്ണി അല്ലേ. അപ്പം നമ്മുടെ ഒരു മിസ് നമ്മുടെ ഉണ്ണിയുടെ കഥാപാത്ര നിരൂപണമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പുറമെ മിസ്സിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളോടിപ്പം എക്സാമിന് ചോദ്യം ചോദിക്കും, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നിങ്ങൾ അത് കേട്ട ഉടനെ വേഗം അങ്ങോട്ട് എഴുതും. ചിലപ്പോൾ ഒരു പേപ്പർ മുഴുവൻ എഴുതും. അതിൽ കാര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 5-ൽ 1 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണോ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് വേണ്ടത്? അങ്ങനെയാണോ? അല്ലല്ലോ, നിങ്ങൾക്ക് ഫുൾ മാർക്കല്ലേ വേണ്ടത്. അപ്പോൾ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് മിസ് തന്നിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ, കഥാപാത്രത്തിന്റെ സവിശേഷതകൾ, രൂപം, ഭാവം എന്നിവ കണ്ടെത്തുക. ആ ഒരു കഥാപാത്രത്തിന്റെ എന്തൊക്കെയാണ് സവിശേഷതകള്, അതേ രൂപം, ഭാവം എന്നിവ ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ എന്താ വെച്ചാല് കഥയിൽ കഥാപാത്രത്തിനുള്ള സ്ഥാനം, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവ കണ്ടെത്തുക. ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു കഥയിലെ സ്ഥാനം, അതേപോലെ മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവ കണ്ടെത്തുക. ആശയ ക്രമീകരണം, ആശയത്തിന്റെ ക്രമീകരണം, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. അപ്പൊ മക്കളെ, നിങ്ങൾ കുഞ്ഞു കുട്ടികളെല്ലാം കുറച്ച് വലിയ കുട്ടികളായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ഉണ്ണിയുടെ കഥാപാത്രമാണ് മിസ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം. കഥാപാത്ര നിരൂപണം. ഉണ്ണി. തിക്കോടിയന്റെ രാക്ഷസന്റെ ചിരി എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥ. നമ്മുടെ തിക്കോടിയൻ്റെതായിരുന്നു നമ്മുടെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നുള്ള ആ ഒരു പാഠഭാഗം അല്ലെ. കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷ്കളങ്കനായ ഉണ്ണിക്കണ്ണൻ എന്ന ബാലനെയാണ്. ആദ്യം നമ്മളെ ഏത് കഥയിലെ ആയിരുന്നു കഥാപാത്രം, എന്തുകൊണ്ടാണ് നമുക്ക് ആ കഥാപാത്രത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നൊക്കെ വ്യക്തമായി തന്നെ ആ ഒരു കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നുമാണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കണ്ണന് കമ്പം ഉണ്ടാകുന്നത്. നമ്മുടെ ആ ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നതിനുള്ള പാഠഭാഗത്തിൽ നമ്മുടെ ഉണ്ണിക്ക് ഊഞ്ഞാലിനോട് ഒരുപാട് ആഗ്രഹമായിരുന്നു അല്ലേ. ഊഞ്ഞാല് വേണം എന്ന് എപ്പോഴും മുത്തശ്ശിയോട് നമ്മുടെ ഉണ്ണി പറയായിരുന്നു അല്ലേ. തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. ഒരുപാട് സ്നേഹമുള്ളൊരു കുഞ്ഞായിരുന്നു ആര്, നമ്മുടെ ഉണ്ണി അല്ലേ. മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നുമാണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കണ്ണന് കമ്പം ഉണ്ടാകുന്നത്. മുത്തശ്ശി അവന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നാണ് നമ്മുടെ ഉണ്ണിക്ക് ഊഞ്ഞാലിനോട് ഇഷ്ടം കൂടുന്നത്, ഊഞ്ഞാലിനോട് കമ്പം തോന്നുന്നത്, എനിക്ക് ആ ഊഞ്ഞാൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. എനിക്ക് ഊഞ്ഞാൽ വേണമെന്ന് മുത്തശ്ശിയോട് ഒരുപാട് തവണ പറയുന്നുണ്ട്. ആ ഒരു കഥയിലൂടെ എനിക്ക് ഊഞ്ഞാൽ വേണം എന്ന് നമ്മുടെ മുത്തശ്ശിയോട് ഒരുപാട് തവണ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റെ എന്നും കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ. നമ്മുടെ ഉണ്ണിയുടെ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ. അത്രയും ദാരിദ്ര്യമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണ്ണിക്കുള്ള ഊഞ്ഞാൽ വാങ്ങാൻ പോലും അമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റെ എന്നും കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മക്കളെ, അപ്പൊ നമ്മുടെ ഉണ്ണിയുടെ ചെറിയൊരു കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കഥ വായിച്ചപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ഉണ്ണിയുടെ ഉണ്ണി സ്വഭാവങ്ങളും അതേപോലെ തന്നെ ഉണ്ണിയുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു കഥാപാത്ര നിരൂപണം വെച്ച് കാച്ചാട്ടോ. ഇതിപ്പോ മിസ് ഉണ്ണിയുടെ കാര്യം മാത്രം പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ച വേറെ ഏതെങ്കിലും കഥയിലെ ഏത് കഥാപാത്രത്തിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ കഴിയണം. അതിനെന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പുസ്തകം വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കഥാപാത്രങ്ങളെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പൊ മക്കളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കുക, കഥാപാത്രങ്ങളെയൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് ഇതൊക്കെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഇങ്ങനെ കഥാപാത്ര നിരൂപണമൊക്കെ തയ്യാറാക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾ നല്ലപോലെ എഴുതുന്ന എനിക്കറിയാം, നന്നായിട്ട് വായിക്കുന്നത് എനിക്കറിയാം. കാരണം ഓരോ ക്ലാസ് എടുക്കുമ്പോൾ മിസ് എന്താ പറയുന്നത്? പാഠങ്ങളൊക്കെ നന്നായിട്ട് വായിക്കണം. എങ്കിലും നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ആൻസർ എഴുതാൻ കഴിയുള്ളൂ എന്ന് മിസ് പറയല്ലേ. അപ്പൊ മക്കളെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കളെ, ഇനി കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ തെറ്റിക്കരുത്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസത്തില മിസ് ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്.